നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വിചിത്രമായൊരു വിധി. സഹിക്കാൻ വയ്യാത്തൊരു വിധി. അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. ഇതൊരു കൃഷ്ണകഥ തന്നെയാണ് കേട്ടോ. ഭഗവാനുമായി ബന്ധപ്പെട്ടൊരു കഥ. മഗധയിലെ വിശ്വകേതു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനാണ്, വളരെ നല്ലൊരു വിഷ്ണു ഭക്തനാണ്, ധാരാളം സമ്പത്തുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്. വിശ്വകേതു ഒരു രാജാവും കൂടിയാണ് കേട്ടോ. മഗധയിലെ ഒരിക്കൽ എന്താ പറയണേ, രാജാവിൻ്റെ കളങ്കമില്ലാത്ത ഭക്തിയാണ് ഈ വിശ്വകേതു എന്ന രാജാവിനുണ്ടായത് കൃഷ്ണനോട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം വേളി കഴിച്ച് സുന്ദരിയായ ഭാര്യ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്ഞി ഗർഭിണിയായി അതീവ സുന്ദരനായൊരു കുഞ്ഞിനെ പ്രസവിച്ചു. എല്ലാം രാജകൊട്ടാരമെല്ലാം രാജകുമാരൻ്റെ ജന്മോത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കെ എന്തിനു പറയണു, പിന്നീട് അതൊരു കൂട്ടക്കരച്ചിലായി. നോക്കി നിൽക്കെ ഈ കുട്ടിയെ മരിച്ചു. അയ്യോ, കടിഞ്ഞൂൽ പുത്രൻ, വിശ്വകേതു മഹാരാജാവിൻ്റെ, മഗധയിലെ രാജാവിൻ്റെ പുത്രൻ രാജകുമാരൻ പ്രസവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുട്ടി മരിച്ചു. എന്താ ചെയ്യുക, സന്തോഷമൊക്കെ പിന്നെ സങ്കടക്കടലായി മാറി. പിന്നെ ഇങ്ങനെ മനുഷ്യരല്ലേ, മറവിയൊക്കെ വന്നു. അങ്ങനെ വീണ്ടും കുറേ നാൾ കഴിഞ്ഞ് രാജ്യം രണ്ടാമതും ഗർഭം ധരിച്ചു. രണ്ടാമതും ഈ പറഞ്ഞോണം തിക്തഫലങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ഗർഭകാലം മുഴുവൻ രാജ്ഞിയെ ശുശ്രൂഷിച്ചു. ധാരാളം തോഴിമാരുണ്ടായിരുന്നു. രാജ്ഞി ഗർഭം തികഞ്ഞു, രണ്ടാമതും പ്രസവിച്ചു. ആദ്യത്തെ രാജകുമാരന് എന്ത് സംഭവിച്ചു അത് തന്നെ പിന്നെയും. പ്രസവിക്കുമ്പോൾ നല്ല ഒന്നൊന്നരം കുട്ടനാണ്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം കുട്ടിയങ്ങ് മരിച്ചു. ഇങ്ങനെ ഒന്നല്ല, രണ്ടല്ല, മൂന്നും നാലുമല്ല, 5, 6 പുത്രന്മാർ രാജ്ഞി പ്രസവിച്ചു. വിശ്വകേതു മഹാരാജാവിൻ്റെ പിൻഗാമികളായിട്ട് രാജാവിൻ്റെ പുത്രന്മാരായിട്ട് 6 പുത്രന്മാരെ പ്രസവിച്ച ഏതാനും മണിക്കൂറുകൾക്കകം മരിച്ചു പോകും. എന്തൊരു കഷ്ടം. 7ാമതും രാജ്ഞി അതൊക്കെ സഹിച്ച് അപ്പം തൊട്ടേക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും കൂടുതലായിട്ട് ശുശ്രൂഷിക്കുകയും വളരെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. 7ാമതും ഗർഭം തികഞ്ഞു, പ്രസവം അവറായി. പ്രത്യേക പൂജകളും സന്യാസിമാരുടെ ഹോമങ്ങളും കാര്യങ്ങളും ഒക്കെ രാജകൊട്ടാരത്തിൽ നടക്കുന്നുണ്ട്. കുട്ടി ജീവനോടെ പുറത്തു വന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ സന്തോഷമായി രാജാവിന്. ഈ കുഞ്ഞിനെങ്കിലും ജീവനോടെ ഞങ്ങൾക്ക് വളർത്താൻ കിട്ടിയെങ്കിൽ എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിനോടിടയ്ക്ക് ഒരു കാര്യമുണ്ടായി. വിശ്വകേതു മഹാരാജാവ് മഹാവിഷ്ണുവിൻ്റെ അതീവ ഭക്തനാണെന്ന് പറഞ്ഞില്ലേ, വളരെ കറതീർന്ന ഭക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം കൃഷ്ണനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ വിശേഷം, ഒത്തിരി വിശേഷം ഉണ്ടായിട്ടല്ല, അങ്ങയെ കാണാൻ വന്നതാണെന്ന് പറയുകയുണ്ടായി. അപ്പം തോന്നിയ എപ്പം വേണമെങ്കിലും വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ പോയി കാണാറുമുണ്ട്. പക്ഷെ ഒരിക്കലും തൻ്റെ ഈ പുത്രന്മാരെ പറ്റിയൊന്നും കൃഷ്ണനോട് പറയാറില്ല. അങ്ങനെ 7ാമത്തെ കുട്ടിയെയും പ്രസവിച്ച് കുഞ്ഞിന് ഇതുവരെ കുഴപ്പമില്ല. രാജ്ഞി കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ മകനെ തന്നെങ്കിൽ 6 കുഞ്ഞുങ്ങളും നമ്മുടെ മരണമടഞ്ഞു ഇല്ലേ, നമുക്ക് വിഷ്ണു ഭഗവാനാണെങ്കിൽ അങ്ങയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുമാണ്. നമുക്ക് ഈ കുഞ്ഞിനെ തന്നെയെങ്കിലും ഒന്ന് വളർത്താൻ കിട്ടുകയാണെങ്കിൽ എത്ര ഭാഗ്യമായേനെ. അങ്ങയുടെ അങ്ങ് വിഷ്ണുവിൻ്റെ ഭക്തനല്ലേ, അങ്ങ് ഒന്ന് വിഷ്ണുവിനോട് ചെന്ന് പറയൂ, അപേക്ഷിക്കൂ. എപ്പോഴും പോയി കാണാറൊക്കെ ഉണ്ടല്ലോ, ഇതുവരെ അപേക്ഷയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ കുഞ്ഞിനെ തന്നെങ്കിലും നമുക്കൊന്ന് വളർത്താനായിട്ട് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അപ്പം രാജാവിന് തോന്നി, ശരിയാണല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിനെ പോയി കാണാറുണ്ട്, ഇങ്ങനൊരു സങ്കടമൊട്ട് പറഞ്ഞിട്ടുമില്ല, വേഗം ഇപ്പം പറയാം എന്ന് കരുതി കുട്ടിയെയും എടുത്തുകൊണ്ട് നേരെ അങ്ങ് ചെന്നു. നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു, മഹാവിഷ്ണു പറഞ്ഞു, എന്നോട് കാര്യം പറഞ്ഞു, അങ്ങ് എൻ്റെ കുട്ടിയെ അനുഗ്രഹിക്കണം, അതിന് ദീർഘായുസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ എന്തു പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ
രാജാവേ, ഞാൻ അല്ല ഈ ആയുസ്സിൻ്റെ ആൾ. ആ ആയുസ്സൊക്കെ കൊടുക്കുന്നത് സൃഷ്ടികർമ്മം നടത്തുന്ന ബ്രഹ്മാവാണ്. ആട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം, നമുക്ക് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് രാജാവും ശ്രീകൃഷ്ണനും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തിരുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, കാര്യം ശരിയാണ്, ഇത് തന്നെ അപേക്ഷ, ഈ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണം. 6 പുത്രന്മാർ മരിച്ചിട്ടുണ്ടായ 7ാമത്തെ പുത്രനാണ്. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, സൃഷ്ടികർമ്മം നടത്തുന്നത് ഞാൻ തന്നെയാണ്, അതിനുമില്ല ഒരു മാറ്റം. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, അതിനെന്നെ കൊണ്ടാവില്ല. എനിക്ക് സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജീവിതകാലമൊക്കെ വിഷ്ണു ഭഗവാനാണ്. പക്ഷേ ഈ മരണത്തിൻ്റെ കാര്യമൊക്കെ മഹാദേവനാണ്. സംഹാരം എല്ലാം മഹാദേവൻ്റെ ഒരു കർമ്മമാണ്. നമുക്ക് മഹാദേവനെ കാണാൻ പോവാം. അപ്പോൾ വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും കൂടി രാജാവ് കുട്ടിയെ എടുത്തുകൊണ്ട് കൂടെ മഹാദേവൻ്റെ അടുത്ത് വന്നു. മഹാദേവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യം ഇന്നതാണ്, സംസ്കരിക്കാൻ. അത് ഇപ്പോൾ മഹാദേവനും കൈവിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സംഹരിക്കുന്നത് ഞാനാണ്, പക്ഷേ ആയുസ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് യമധർമ്മന. നമുക്ക് യമധർമ്മൻ്റെ അടുത്ത് പോയി ചോദിക്കാം, നമുക്കിപ്പോൾ തന്നെ പോവാം എന്ന് കരുതി ഇവരെല്ലാം ത്രിമൂർത്തികളിപ്പോൾ 3 പേരുമായി, ഞാനും വരാം എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനും, അതായത് മഹാവിഷ്ണുവും കൃഷ്ണനും ബ്രഹ്മാവും മഹാദേവനും കൂടിയിട്ട് യമധർമ്മൻ്റെ അടുത്ത് ചെന്നു. യമധർമ്മൻ്റെ അടുത്ത് ചെന്നിട്ട് രാജാവ് കുട്ടിയെ കയ്യെ പിടിച്ചിട്ടുണ്ട്. കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കണം. ത്രിമൂർത്തികളും ഉണ്ട് കൂടെ ചേർന്ന്. അപ്പോൾ ഇന്നതാണ് ഞങ്ങൾ എന്താ എല്ലാവരും കൂടി, ത്രിമൂർത്തികൾ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ, അത് ഞങ്ങളൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്താ സഹായം മറ്റൊന്നുമല്ല, ഇദ്ദേഹം വിശ്വകേതു എന്ന രാജാവാണ്. അദ്ദേഹത്തിൻ്റെ 6 പുത്രന്മാരും മരിച്ചു. 7ാമത്തെ പുത്രനെ കൊണ്ടുവരണം. ഈ കുട്ടിക്കെങ്കിലും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങൾക്കിപ്പോൾ ആയുസിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതൊക്കെ അങ്ങല്ലേ ചെയ്യണ ആൾ എന്ന് യമധർമ്മനോട് പറഞ്ഞു. യമധർമ്മൻ ഉടൻ തന്നെ എന്താ അങ്ങയുടെ പേര് പറഞ്ഞ്? വിശ്വകേതു രാജാവിൻ്റെ 7ാമത്തെ പുത്രൻ അല്ലേ? അതെ, 7ാമത്തെ പുത്രൻ. ആ കുട്ടി മരിച്ചു കഴിഞ്ഞുവല്ലോ. കുട്ടിയെ പിടിച്ചോണ്ടിരിക്കുക, മരിച്ചോ? വിശ്വസിക്കാൻ പറ്റില്ല. എടുത്തിട്ട് മലർത്തി നോക്കി കഴിഞ്ഞപ്പോഴല്ലേ കുട്ടി മരിച്ചു. കുട്ടി അപ്പം തന്നെ മരിച്ചിട്ടുള്ളൂ, കുറച്ച് നേരേ ആയിട്ടുള്ളൂ മരിച്ചിട്ട്. അയ്യോ, ഇതെന്താ സംഭവിച്ചേ? അങ്ങറിയാതെ കണ്ടോ? ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കുട്ടിയെ കണ്ടിട്ടില്ലെന്നോ ഒന്നുമില്ല, പക്ഷെ കുട്ടി മരിച്ചു ഇല്ലേ? കുട്ടി മരിച്ചു. എന്താ കാരണം തന്നെ? എന്ത് പാപം ഞാൻ ചെയ്തു എന്നുണ്ട് രാജാവ് അങ്ങോട്ട് വല്ലാണ്ട് വിഷമിച്ചു. കരയാനൊക്കെ ഇവിടെ തുടങ്ങി. പറഞ്ഞു, എനിക്കതിൻ്റെ കാരണമൊന്നും അറിയില്ല. ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കണ ആൾ ഇവിടുത്തെ ഗുമസ്തൻ ചിത്രഗുപ്തനാണ്. നമുക്ക് ചിത്രഗുപ്തനോട് ചോദിക്കാം. വേഗം തന്നെ ചിത്രഗുപ്തൻ്റെ ഓഫീസിലേക്ക് ഇവരെല്ലാവരും കൂടി ചെന്നു, ത്രിമൂർത്തികളും. അപ്പോൾ രാജാവിന് വിഷമായി. അന്നിവിടെ ഇരിക്കുകയാണെങ്കിൽ ആയിക്കോളൂ, അല്ല ഞാനും വരിക എന്നും പറഞ്ഞ് പോയി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അതും ചോദിച്ചിട്ട് ഇപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞ് ചിത്രഗുപ്തൻ ഒരു മനുഷ്യൻ്റെ ആയുസ് ബലമൊക്കെ കുറിച്ച് വെക്കണ രേഖയും കൊണ്ടിഞ്ഞ് വന്നു കഴിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, അതോ ഈ കുട്ടി ദീർഘായുസുള്ള കുട്ടിയായിരുന്നു. ഈ കുട്ടി മരിക്കാനുള്ള കാരണം ആ കുട്ടിയുടെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ്. രാജാവ് ഞെട്ടിപ്പോയി. ഞാനോ? അതെ, അങ്ങ് തന്നെ ഉണ്ടാക്കിയ കാരണം കൊണ്ടാണ് മരിച്ചത്. എന്താ? ദീർഘായുസുള്ള കുട്ടി. ആ കുട്ടി അങ്ങനെ ജീവിച്ചേനെ, രാജ്യം ഭരിച്ചേനെ, രാജാവും ഒക്കെ ആയേനെ. പക്ഷേ ഇപ്പം സംഭവിച്ചത് ആ കുട്ടിയുടെ വിധിയാണ്. ഈ കുട്ടിക്ക് ഈ രാജകുമാരന് ഒരു പ്രത്യേക വരലാഭം ലഭിച്ചിട്ടുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ത്രിമൂർത്തികളെ 3 പേരെയും കൂടി എപ്പോൾ ഒരുമിച്ച് കാണുന്നുവോ അപ്പം മരിക്കും. അപൂർവങ്ങളിൽ അപൂർവങ്ങളായൊരു സന്ദർഭമല്ലേ ത്രിമൂർത്തികൾ ഒരുമിച്ച് കൂടുക. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ അവരെ ഒരുമിച്ച് കൂടുന്നിടത്ത് ഈ കുട്ടി, അവരെ ഒരുമിച്ച് ഈ കുട്ടിക്ക് എപ്പം കണ്ടു അപ്പം മരിക്കും. അവരെ കണ്ടില്ലേ മഹാദേവൻ്റെ അടുത്ത് വന്നപ്പോൾ? ആദ്യം വിഷ്ണുവിൻ്റെ അടുത്ത് പോയി, പിന്നെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നു,
ബ്രഹ്മാവും വിഷ്ണുവും രാജാവും കൂടിയിട്ട് മഹാദേവൻ്റെ അടുത്ത് വന്ന നിമിഷം 3 പേരെയും ഒരുമിച്ച് കണ്ടു, കുട്ടി മരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. അങ്ങനെ അതായത് അച്ഛനാണ് കാരണം എന്ന് പറയാൻ കാര്യം, അച്ഛനാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുവന്നത്. അവിടെ നിന്ന് ബ്രഹ്മദേവനെ കൂട്ടി, അവിടെ നിന്ന് മഹാദേവനെ കൂട്ടി. ഇതൊന്നും ചെയ്യാണ്ട് ആ കുഞ്ഞിനെയും വച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ, അതിനെ ശുശ്രൂഷിക്കുകയായിരുന്നെങ്കിൽ, ലാളിക്കുകയായിരുന്നെങ്കിൽ, പരിപാലിക്കുകയായിരുന്നെങ്കിൽ കുഞ്ഞെന്തും ജീവിച്ചനെ. അതാണ് വിധി. ആ കുട്ടിയുടെ വിധിയാണത്. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് ആരുടെയും ഒരു കുറ്റമെന്ന് പറയാൻ പറ്റില്ല. ദീർഘായുസുള്ള കുഞ്ഞായിരുന്നു, പക്ഷേ അങ്ങ് തന്നെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായി പോയി. ഇത് താങ്കളുടെ കുറ്റമല്ല, കുഞ്ഞിൻ്റെ വിധി ഇതാണ്. ത്രിമൂർത്തികളെ കണ്ടപ്പോൾ മരിക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുമോ? പുത്രൻ മരിച്ചു നന്നായി പോയി എന്ന് സാരമില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാവരും രാജാവിനെ വിട ചൊല്ലി അങ്ങും ഇങ്ങോട്ട് പോവുകയും ചെയ്തു. രാജാവ് തിരിച്ചു പോയി. ഇതാണ് ഈ കഥ, ഇന്നത്തെ കഥ. ഈ കഥയുടെ പേരാണ് വിചിത്രമായ വിധി. അതാണ് ഈ കഥയുടെ പേര്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.